അധികാരമേറ്റ് 3-ാം ദിവസമാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ ധാരണയായില്ല. ഡി സതീശൻ മന്ത്രിസഭ ഇന്നിപ്പോൾ 2ാം മന്ത്രിസഭാ യോഗത്തിലേക്ക് കടക്കുന്നു. രാവിലെ വിജ്ഞാപനം പുറത്തിറങ്ങിയില്ല എങ്കിൽ 9 മണിക്ക് മന്ത്രിസഭാ യോഗത്തിൽ വകുപ്പുകളില്ലാതെ തന്നെയായിരിക്കും ഈ മന്ത്രിമാരെല്ലാം പങ്കെടുക്കേണ്ടി വരിക. ഫിഷറീസ് വകുപ്പിനെ ചൊല്ലിയാണ് പ്രധാനമായും ആ തർക്കം അങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. ഫിഷറീസ് വകുപ്പ് ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് നൽകണമെന്ന സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. ലത്തീൻ സഭ KC വിഭാഗത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്ന് K മുരളീധരന് നൽകിയ ദേവസ്വം വകുപ്പ് AP അനിൽകുമാറിന് നൽകി. മുഖ്യമന്ത്രിയുടെ കൈവശമുള്ള കൂടുതൽ വകുപ്പുകൾ സ്വന്തമാക്കാനുള്ള സമ്മർദ്ദവും ശക്തമാക്കുകയാണ് KC പക്ഷം. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുകയാണ്. എബി, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 3-ാം ദിവസമാണ് മന്ത്രിമാരെല്ലാം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഒരുപക്ഷെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ മന്ത്രിമാരുടെ വകുപ്പ് സംബന്ധിച്ചൊക്കെ ഒരു തീരുമാനത്തിലെത്തും. 24 മണിക്കൂർ മതി എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ 3-ാം ദിവസം രാവിലെ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ വകുപ്പില്ലാതെ തന്നെയായിരിക്കുമോ മന്ത്രിമാരെത്തുക? സ്വപ്ന, ഗുഡ് മോർണിംഗ്. എന്തായാലും അത്തരത്തിലൊരു വിസ്മയം കൂടി തുടരുകയാണ് എന്നുള്ളതാണ്. മന്ത്രിമാർ അവരുടെ വകുപ്പ് ഏതെന്നറിയാതെ 2ാമത് മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തേണ്ട ഒരു സ്ഥിതിയാണ് നിലവിലെ സാഹചര്യം വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടി ഈ വകുപ്പുകളിലേക്ക് ഒരു ധാരണയാക്കുമെന്നും ഒപ്പം തന്നെ അത് ഗവർണർക്ക് കൈമാറുമെന്നും വിജ്ഞാപനം ഇറക്കുമെന്നും ഒക്കെ തന്നെയായിരുന്നു സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ ആ ഒരു നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ആ വകുപ്പുകൾ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ തുടരുകയാണ്. ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ആരംഭിച്ചതെങ്കിൽ ഇപ്പോഴത് പല വകുപ്പുകളിലും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പല മന്ത്രിമാർക്കും അവരുടെ വകുപ്പുകളൊക്കെ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അതിലൊക്കെയും ഒരു മാറ്റം ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ സമ്മർദ്ദം ലത്തീൻ സഭയും അതിശക്തമായി തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ തന്നെ 2 പ്രധാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള K മുരളീധരനും CP ജോണും ലത്തീൻ സഭ ആസ്ഥാനത്തെത്തി അവിടെ മെത്രാൻ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ തന്നെ നേരിട്ട് കാണുകയും യൂജിൻ പെരേരയുമൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിലും ആ ചർച്ചയിലും അതിനുശേഷവും അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ മേഖലയുമായി അറിവുള്ളവർ തന്നെ വേണം, ഈ മേഖലയുമായി ബന്ധപ്പെട്ടവർ തന്നെ വേണം ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യാൻ എന്നുള്ള അവരുടെ ശക്തമായിട്ടുള്ള ആവശ്യം അവർ വീണ്ടും ആവർത്തിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. എന്തായാലും അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ളൊരു വാഗ്ദാനമാണ് K മുരളീധരന്റെ ഭാഗത്തു നിന്നും ഇന്നലെയും ഉണ്ടായിട്ടുള്ളത്. ഈ ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിനെതിരെയാണ് ഇത്തരത്തിലൊരു വലിയ ഒരു വിമർശനം. കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിനകത്തു നിന്ന് പോലും അത്തരത്തിലൊരു വിമർശനം ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലത്തീൻ സഭയും ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ലീഗിന് ഈ ഫിഷറീസ് വകുപ്പ് നൽകുന്നത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യമാണ് KC വിഭാഗം ഉന്നയിക്കുന്നത്. കാരണം 5 മന്ത്രിമാർ എന്നുള്ളതായിരുന്നു ലീഗ് മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് 5 മന്ത്രിമാർ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലത്തീൻ സഭ ഉൾപ്പെടെയുള്ള ആവശ്യപ്പെടുന്ന ഈ ഫിഷറീസ് വകുപ്പ് എന്തിനാണ് ലീഗിന് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം KC പക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രി എന്തിനാണ് ലീഗിന് ഇത്രമാത്രം ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് അതിനുവേണ്ടി തന്നെ വാദിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യവും ഈ KC പക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട് ദേവസ്വം വകുപ്പ് K മുരളീധരനാണ് ആദ്യം നൽകിയിരുന്നത്. അത് അദ്ദേഹത്തിൽ നിന്നും എടുത്ത് AP അനിൽകുമാർ നൽകിയിട്ടുണ്ട്. നേരത്തെ ഈ തുറമുഖം വകുപ്പ് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. ആ തുറമുഖം വകുപ്പ് മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റെടുത്തുകൊണ്ട് AP അനിൽകുമാർ നൽകാനുള്ള ശ്രമം KC പക്ഷം നടത്തിയിരുന്നു. പക്ഷേ അതിന് ഒരു തരത്തിലും വഴങ്ങാൻ തയ്യാറല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. തുടർന്നാണ് ഈ ദേവസ്വം വകുപ്പ് അദ്ദേഹത്തിന് നൽകുകയും K മുരളീധരന് സ്പോർട്സ് കൂടി നൽകുന്നു, ആരോഗ്യ വകുപ്പിനോടൊപ്പം സ്പോർട്സ് വകുപ്പ് കൂടി നൽകുന്ന ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്നും ലഭിക്കണമെങ്കിൽ ഫിഷറീസ് വകുപ്പ് അവർക്ക് ലഭിച്ചാൽ മാത്രമേ അത് കോൺഗ്രസിന് തിരികെ നൽകുകയുള്ളൂ. സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ KC പക്ഷത്തിന് ഇത്രയും വലിയൊരു സംശയമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വി ഡി സതീശൻ എന്തുകൊണ്ടാണ് ലീഗിനെ ഇത്രയ്ക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ ഇത്രയ്ക്ക് താഴ്ന്നതെന്ന്. സ്വാഭാവികമായും വി ഡി സതീശന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിന് ഏറ്റവും വലിയ താങ്ങായിരുന്നത് ലീഗാണെന്നത് ഇനി പലവട്ടം വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. അത് സ്വാഭാവികമായും മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. ലീഗിൻ്റെ ആവശ്യങ്ങളോട് അനുഭാവപൂർണ്ണമായ ഒരു നിലപാട് വി ഡി സതീശൻ സ്വീകരിക്കും, സ്വാഭാവികം. പക്ഷേ KC പക്ഷം ഈ ഒരു വകുപ്പ് വിഭജനത്തിലടക്കം നമുക്കറിയാം മന്ത്രിമാരുടെ എണ്ണത്തിലൊക്കെ കൃത്യമായ രീതിയിൽ KCയുടെ ഇടപെടൽ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അടുത്തിനി വകുപ്പ് വിഭജനത്തിലും ആ ഒരു ഇടപെടൽ കൃത്യമായി KC പക്ഷം കാണിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കും. പ്രധാനമായും മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ്. പ്രധാനമായ തുറമുഖ വകുപ്പ് അടക്കം ധനകാര്യവും തുറമുഖവും അടക്കം കൈകാര്യം ചെയ്യുന്നു. തുറമുഖ വകുപ്പ്
നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് കൈമാറുന്നില്ല എന്ന ചോദ്യം. മാത്രമല്ല, ഇപ്പോൾ ഈ ടി സിദ്ദിഖിന് കൃഷി വകുപ്പ് അത് സംബന്ധിച്ച് ഈ മാണി സി കാപ്പൻ കഴിഞ്ഞ ദിവസവും വലിയ രീതിയിൽ അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചതാണ്. അപ്പോൾ ഈ കോൺഗ്രസ്സിലെ ഒരു മൂപ്പിളമ ആർക്കാണ് പവർ കൂടുതൽ, അല്ലെങ്കിൽ പവർ കൂടിയ വകുപ്പാർക്ക്, പവർ കുറഞ്ഞ വകുപ്പാർക്ക്, അങ്ങനെയൊക്കെ ഒരു തലത്തിലേക്ക് കൂടി ഈ ചർച്ചകളെല്ലാം നീളുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം കൂടി അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങളിലൊക്കെ പലയിടത്തും സൂചനകളുണ്ടായിരുന്നു. ഈ ആരോഗ്യവും ദേവസ്വവും അദ്ദേഹം കൈകാര്യം വളരെ കോൺഫിഡൻ്റായി അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒരു മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും ഇതെല്ലാം മാറിയുന്നു. ഇത് സംബന്ധിച്ചൊരു ഫൈനൽ ഡിസിഷൻ, ഒരു അവസാന തീരുമാനം ഇന്ന് രാവിലെ ഉണ്ടാകും. ഇന്ന് രാവിലത്തേക്ക് എന്തായാലും അതിനെ സംബന്ധിച്ചുള്ളൊരു തീരുമാനമുണ്ടാകും. പക്ഷേ അത് ആ മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുമ്പ് ഈ വകുപ്പുകളുടെ കാര്യത്തിലൊരു ധാരണയിലേക്ക് എത്തുമോ എന്നുള്ളത് സംശയകരം തന്നെയാണ്. കാരണം രാവിലെ 9 മണിയോടുകൂടി തന്നെ 9:30 പ്രോടൈം സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് സത്യപ്രതിജ്ഞ നടക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്രിസഭാ യോഗത്തിന്റെ നടപടിക്രമങ്ങളും നടക്കും. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാരെത്തുന്നത് അവരുടെ വകുപ്പുകൾ ഏതാണ് എന്നുള്ളൊരു നിശ്ചയമില്ലാതെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം അതിലൊരു തരത്തിലുള്ള തർക്കവുമില്ല. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി െങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായിട്ടുള്ള ധാരണ വരുത്തുകയും അത് ഗവർണർക്ക് നേരിട്ട് മുഖ്യമന്ത്രി കൊണ്ടുപോയി സമർപ്പിക്കുകയും അതിനനുസരിച്ച് വിജ്ഞാപനം പുറത്തിറക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രിസഭാ വൃത്തങ്ങൾ, സർക്കാർ വൃത്തങ്ങളൊക്കെ തന്നെ നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. ഈ കൃഷി വകുപ്പിൽ ഉൾപ്പെടെയും ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ടി സിദ്ദിഖി വ്യക്തമാക്കിയിരിക്കുകയാണ്. എം ലിജുവിന് സഹകരണ വകുപ്പ് കൂടി നൽകുമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എക്സൈസ് വകുപ്പാണ് ഉറപ്പിച്ചിരിക്കുന്നത്. സഹകരണ വകുപ്പും ഒപ്പം തന്നെ നൽകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിനകത്തും ഒരു ധാരണ വന്നിട്ടില്ല. ഒപ്പം തന്നെ പി സി വിഷ്ണുനാഥിന് ഏതൊക്കെ വകുപ്പുകൾ നൽകണമെന്നതിനെ കുറിച്ചുള്ള ധാരണ ഇനിയും ആയിട്ടില്ല. ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസിന് ലഭിച്ചാൽ മാത്രമേ റോജി എം ജോണിന് ആ വകുപ്പ് നൽകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ആകെ കൂടി കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ് ഈ വകുപ്പ് വിഭജനം സംബന്ധിച്ച്.